ഹായ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ആട്ടാ. കാലത്ത് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. അമ്മയ്ക്ക് പനിയൊക്കെ ആയിരുന്നു അല്ലേ? പനിയല്ല, ഫുഡ് പോയ്സൺ ആയതാണ്. അലർജി ആയിരുന്നു, ഒരേ വോമിറ്റ്. അത് കാരണം കുറച്ച് ക്ഷീണത്തിലാണ്. ഉഷാറില്ല, സൗണ്ടൊന്നും വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഫുഡൊക്കെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഉഷാറായി വന്ന കാരണം കേട്ടാ. അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കണേ പറഞ്ഞോളൂ. ബ്രേക്ക്ഫാസ്റ്റ് പൊങ്കൽ സാമ്പാർ, ലഞ്ചിന് വെണ്ടയ്ക്ക പുളിക്കുഴമ്പ്, എല്ലാം ചെന്നൈ സ്റ്റൈല്. അതെന്താ കാരണം? ഇവിടെ വന്നാൽ മാത്രം അങ്ങനെ ചെയ്യുന്നത്. ചെന്നൈയിലുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ വന്നാൽ മാത്രം ചെന്നൈ സ്റ്റൈലിലേക്ക് തിരിച്ചു പോകും. അതെന്താ വെച്ചെങ്കിലേ എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടുത്തെ ഫുഡൊക്കെ, തമിഴ്നാട് ഫുഡ്. അതുപോലെ തന്നെ പൊങ്കലാണ് എൻ്റെ ഫേവറേറ്റ് അല്ലേ? പൊങ്കലും സാമ്പാറും. അപ്പോൾ അതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കിച്ചണിലേക്ക് പോകാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. നമ്മൾ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. തുറന്നു. ഇപ്പോൾ നേരം വൈകിട്ടാണ് കുക്കിങ്ങൊക്കെ. ഇപ്പോൾ ആർക്കും പ്രത്യേകിച്ച് ജോലിക്ക് പോകാനോ സ്കൂളിൽ പോകാനോ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് കിച്ചണാണ്. നമുക്ക് പൊങ്കലുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് പച്ചരി, ഒരു 3/4 ഗ്ലാസോളം ചെറുപയർ പരിപ്പ്. ഇതാണല്ലേ അളവ് ഗ്ലാസ്? ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരി, 3/4 ഗ്ലാസോളം ചെറുപയർ പരിപ്പ്. അപ്പം അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ എടുത്ത ഗ്ലാസ് കൊണ്ട് 8 ഗ്ലാസ് വെള്ളം. നന്നായി വെള്ളം വേണം, നല്ലോണം കുഴയണത്. അപ്പം അതുകൊണ്ട് കുറേ വെള്ളം ഒഴിച്ചു. 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇനി മൂടി വെച്ചിട്ട് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക. എത്ര വിസിൽ നന്നായി ഉടയണ പോലെ തന്നെ വേവിക്കുക. 4 വിസിൽ വേണം. പച്ചരി ആവുക കാരണം വേഗം വേവും. പച്ചരി നന്നായി വേവും, അതുകൊണ്ട് ഒരു 4 വിസിൽ മതി. ഉപ്പിട്ട് 2 വിസിൽ വന്നൊന്ന് സിമ്മിൽ വെച്ചിട്ട് പിന്നെ 2 വിസിൽ. ശരി. ആയി. അപ്പം ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. 4 വിസിൽ ആയി. ഇനി നമുക്കിത് വറുത്തിടല്ലോ, കണ്ടോ? അപ്പം നമ്മളുടെ വറുത്തിടാനുള്ള ഐറ്റംസാണ് ഈ കാണുന്നത്. എന്തൊക്കെയാ? ജീരകം ഒരു സ്പൂൺ. 1 സ്പൂൺ ജീരകം. അതുപോലെ തന്നെ കുരുമുളകും 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും. അത് ഓപ്ഷണലാണ്. അതെ, ഓക്കെ. വേണമെങ്കിൽ ഇട്ടാൽ മതി, അത് ഇട്ട ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്. ഇഞ്ചിയൊക്കെ ചെറിയ കഷ്ണം, പച്ചമുളക് 2-3 എണ്ണം അല്ലേ? അതുപോലെ വറുത്തിടാനുള്ളത് ആണ്. ഇനി നെയ്യിലല്ലേ ഇത് വറുത്തിടുന്നത്? നെയ്യപ്പം എത്ര എടുക്കണം? നെയ്യ് എത്ര ഇട്ടാലും നല്ലതാണ്. 2-3 സ്പൂൺ ഉണ്ട്. 3 സ്പൂണോളം നെയ്യിൽ നമുക്കിത് വറുത്തിടാം. 2 കുറച്ചും കൂടി 3 സ്പൂണായിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മെൽറ്റാവട്ടെ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം കുരുമുളക്, ജീരകം. പൊട്ടില്ലേ കുരുമുളക്? നല്ലോണം പൊരിഞ്ഞു വരണം. നല്ല വാസന വരും. നന്നായിട്ട് പൊരിഞ്ഞു വന്നു. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കയ്യുമ്മയ്ക്ക് പൊട്ടി തീർക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നതോട് കൂടി തന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അതും കൂടി ചേർത്തപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നേരെ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ വേവിച്ച് വെച്ച അരിയിലേക്കും ചെറുപയർ പരിപ്പല്ലേ അതിലേക്കും ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം ഉടയ്ക്കണം. ചോറും പരിപ്പൊക്കെ നന്നായി ഉടയണം കേട്ടോ, ഉടച്ചെടുക്കണം നമ്മൾ. ഇതേ പാകാട്ടോ നമുക്ക് വേണ്ടത്. നന്നായിട്ട് മുരിഞ്ഞിട്ട്
അപ്പോൾ അതാ നമ്മളുടെ പൊങ്കലിവിടെ തുറന്നു. ഈ ഒരു കയ്യിലോ കുഴുതലോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. നന്നായിട്ട് ഉടയണം. അപ്പോൾ നമ്മുടെ പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നെയ്യ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്തോട്ടോ. നെയ്യ് ചേർക്കാം. അല്ല ഇതേ പരുവത്ത് നന്നായിട്ട് ഉടഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളുടെ പൊങ്കൽ റെഡിയായി. സാമ്പാറും കൂടി കാണിച്ചത് അത്ര. അതാ സാമ്പാറും റെഡി. നല്ല മണം വരുന്നുണ്ട്. അപ്പം അച്ഛനാണ് കഴിക്കുന്നത് കേട്ടോ. അച്ഛൻ ഹായ് പറഞ്ഞു. പൊങ്കലും സാമ്പാറും ചട്നി ഇല്ല. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഒരു 11:30 ഒക്കെ ആയില്ലേ. അപ്പോൾ നമുക്കിനി ലഞ്ചിനുള്ള പരിപാടി നോക്കായി അമ്മ. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താ? വെണ്ടയ്ക്ക പുളിക്കുഴമ്പ്. അതിനുള്ള ഐറ്റംസാണ്. എന്തൊക്കെയാ? അതിന് ഒരു 4-5 വെണ്ടയ്ക്ക, 2 സബോള, തക്കാളി വലുത് 2 ഒരു 4 പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളി ഇത്രയേ വേണ്ടൂ അല്ലേ? പച്ചക്കറികൾ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാം. പിന്നെ ഓയിലാണ് വെച്ചേക്കണം. സൺഫ്ലവർ ഓയിൽ. ഇനി അടുത്തത് കടുക് എത്ര? ഒരു 1/2 ടീസ്പൂൺ. ഒരു ഉറക്ക പറഞ്ഞു. 1/2 ടീസ്പൂൺ ഉലുവ. അപ്പോൾ നന്നായി പൊട്ടി വരുന്ന സമയത്ത് മുളക്, വറ്റൽ മുളക്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല. കറിവേപ്പില, സവാള ഇതുപോലെ കട്ട് ചെയ്ത് ആദ്യം ഇട്ട് കൊടുക്കണം. ഇളക്കുക. ഇനി അടുത്ത് എന്താ പറഞ്ഞാൽ? വെളുത്തുള്ളി, 4 അല്ലി വെളുത്തുള്ളി. ഒരു ഉറക്ക പച്ചമുളക് 2-3. അപ്പോൾ നല്ല ഉറച്ച്. ഇനി അത് നന്നായിട്ട് വാടണം. തക്കാളി എത്ര? 2 വലിയ തക്കാളി. 2 തക്കാളി. ഇതൊന്ന് വാടി വരുന്ന വരയ്ക്കും മൂടി വയ്ക്കാം. ആയാ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ടില്ലെങ്കിൽ അടി പിടിക്കും. വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കും. ഇതൊക്കെ നന്നായി വഴന്ന് വരുന്ന സമയത്താണ് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. പിന്നെന്താ? ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇപ്പം നല്ല മണം വേണ്ട. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. മഞ്ഞൾപ്പൊടി എത്ര? 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി എത്രയാ? 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ. അടുത്ത് മുളക് പൊടി. 1.25 ടീസ്പൂൺ. ഓക്കെ. ഇനി നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് ആ പച്ചമണം പോണ വരെ ഒന്ന് വഴച്ചെടുക്കുക അല്ലേ? കോഴിയൊക്കെ കരയുണ്ടല്ലോ. വെണ്ടയ്ക്ക വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മൂടി വയ്ക്കുക. ലേറ്റ് അവിടെ വരുന്ന കാരണം ബുദ്ധിമുട്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി വെന്തോ നോക്കുക കേട്ടോ. വെന്താ നോക്കട്ടെ.
വേവണുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കൊരു കുഞ്ഞി ചമ്മന്തിയും കൂടി അരയ്ക്കുന്നുണ്ട്. സാധാരണ വേറെ ഒന്നുമില്ല, ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയ കാരണം ഇവിടെ മീനും ഒന്നും കിട്ടണില്ല. അപ്പോൾ ഒരു കുഞ്ഞി ചമ്മന്തി. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാൻ പോവാണ്. ചെറിയൊരു ചമ്മന്തി, ഒരു സവാള, 2 പഴുത്ത മുളക്, ഒരു ചെറിയ കഷ്ണം പുളി, ഉപ്പ്, ലേശം പഞ്ചസാര എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, കുറച്ച് പഞ്ചസാര ഇത്ര മതി. നന്നായിട്ട് അരച്ചെടുക്കട്ടെ. കറിവേപ്പില ചേർക്കുമോ? ഇല്ല. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നു. അപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്യുക. അടി പിടിക്കണ പോലെ തോന്നി. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ആയ പുളിക്കുഴമ്പ് റെഡിയായി അല്ലേ? ഇനി വേറെ ഒന്നുമില്ലല്ലോ, വറുത്തിടുക. മുന്നേ തന്നെ വറുത്തിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇത് ഒരു തമിഴ്നാട് സ്റ്റൈല് കറി തന്നെയാണ്. ചിലപ്പോൾ നാട്ടിലുള്ളവർക്ക് അറിയായിരിക്കും. ഞാനിവിടെ അധികം ആരും വെക്കണ കണ്ടിട്ടില്ല. അപ്പോൾ അമ്മ ഇവിടെ വീട്ടിലുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് വീഡിയോ എടുത്തു. നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അല്ലേ? പറയേ. അല്ല, ഇനിയിപ്പോൾ ഒന്നുമില്ല. ഒന്നുകൂടി പുളിയൊന്ന് തിളയ്ക്കുന്നതായിരിക്കും. ഒന്ന് സ്റ്റവ് എത്തിച്ചിട്ട് അത് കഴിഞ്ഞ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കേടുകൂടാതിരിക്കൂലേ? കുറേ 2 ദിവസം കേടുവരാൻ. തേങ്ങയൊന്നും ഇല്ലാത്തതിനും കേടുവരില്ല. തേങ്ങ ഇല്ലാത്ത കാരണം കേടുവരില്ല. 2 ദിവസമൊക്കെ ഇരിക്കും. അപ്പോൾ ഇതാ കുറച്ചും കൂടി ശരിക്കും അവർ നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിക്കും തോന്നുന്നുണ്ട് അല്ലേ? ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കില്ലേ? നല്ലോണം എണ്ണ ഒഴിക്കുവരൊക്കെ, നമുക്ക് അത്ര എണ്ണയൊന്നും പിടിക്കില്ല. അപ്പോൾ ഇന്നത്തെ കറി റെഡിയായി. അതുപോലെ തന്നെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നോക്കാം അല്ലേ? ചമ്മന്തി കണ്ട നല്ല എരിവുള്ള ചമ്മന്തി തന്നെയാണ്. ദോശയ്ക്കൊക്കെ കൂട്ടാമല്ലോ അത്. ദോശയ്ക്കും കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഒരു കറിയും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമാവും. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറി തന്നെയാണ്. പിന്നെന്താ, പുതിയ വീഡിയോ ആയിട്ട് വേറെ വരുന്നതായിരിക്കും. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ചാനൽ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ ശരി, ബൈ.